ഹായ് ഓൾ, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി വരാൻ പോകുന്ന LDC അല്ലെങ്കിൽ +2 ലെവൽ പരീക്ഷകളുടെ പോക്ക് എങ്ങോട്ടാണ്, എത്രത്തോളം നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ പഠിക്കുന്നു. അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നു, അസോസിയേറ്റ് ഫാക്റ്റുകൾ പഠിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു, നിങ്ങൾ പിന്നെ പഠനത്തിലേക്ക് തിരിഞ്ഞു പോവുക. ഓക്കെ, അപ്പോൾ എഗെയിൻ വളരെ മികച്ച നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. കൃത്യമായിട്ട് ഇവിടെ നിന്ന് പഠിക്കണമെന്ന് അറിയാൻ മാത്രം മതി. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. ലിങ്ക് ചിലപ്പോൾ വർക്ക് ആവില്ല, ടെലിഗ്രാം ആണ്, ചിലപ്പം അങ്ങനെ ഇഷ്യൂ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനുദി വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിലേക്ക് ഡയറക്റ്റ്ലി വരാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു PSC പരീക്ഷയിൽ ചോദ്യമായിരുന്നു ഇത്. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ചെയ്ത് വട്ടം ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചോദ്യം കാണുമ്പോൾ ഇവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചതെന്നുള്ള ധാരണ നമുക്ക് വേണം. ഓക്കെ, ഇപ്പം ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്നത് കോടതിയാണ് ഹൈക്കോടതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, നമുക്ക് ആരും ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അടുത്ത പ്രസ്താവന എന്താണ്? സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും, അതും ശരിയാണ്. ഇതിൻ്റെ ആൻസർ D ആണ് വരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ D ആണ് വരുന്നത്. പക്ഷേ ചോദ്യത്തിൻ്റെ കോൺടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സിവിൽ സർവീസ് നിലവാരത്തിലുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 141 ഈ അനുച്ഛേദം ഇപ്പം കത്തി നിൽക്കുന്നൊരു ആർട്ടിക്കിളാണ് ന്യൂസ് പേപ്പേഴ്സിൽ. നമ്മൾ സിവിൽ സർവീസസിന് ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നൊരു ആർട്ടിക്കിൾ ഏത്. അവിടെ ഒരു ഇഷ്യൂ ആണ്, ഈ ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതിയും സർക്കാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉടക്കും. ആ ഉടക്കിൻ്റെ റീസണിലാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്ക് വെച്ച് കേന്ദ്ര സർക്കാർ NJAC എന്നൊരു കമ്മീഷനെ കൊണ്ടുവന്നു. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കുന്ന കമ്മീഷനായിരുന്നു ഇത്. സുപ്രീം കോടതി എന്ത് ചെയ്തു? ഈ കമ്മീഷനെ എടുത്തങ്ങ് കളഞ്ഞു. കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സുപ്രീം കോടതിക്ക് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമുണ്ട്. ഈ കമ്മീഷൻ ആ സ്വാതന്ത്ര്യത്തിൽ കൈയടത്തുന്ന കമ്മീഷൻ എന്നുകൊണ്ട് അതിനെ എടുത്തങ്ങ് കളഞ്ഞു. ഈ ദേഷ്യത്തിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ എന്ത് പറഞ്ഞു? സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് ധാരാളം പ്രസ്താവനകൾ നടത്തി. അപ്പോൾ സുപ്രീം കോടതി നമ്മുടെ അറ്റോർണി ജനറലിനെ, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വക്കീലാണ്, വിളിച്ചിട്ട് പറഞ്ഞു. DY ചന്ദ്രചൂഡ് ആയിരുന്നു നമ്മുടെ ഓണറബിൾ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോ ഓഫ് ദി ലാൻഡ്. ഈ രാജ്യത്തിലെ നിയമമാണത്, അത് എല്ലാ കോടതികൾക്കും ബാധകമാണ്. സോ ഞങ്ങൾ NJAC എന്ന് പറയുന്ന ഈ സാധനത്തിനെ ഞങ്ങളെടുത്ത് കളഞ്ഞു. അത് രാജ്യത്തിലെ നിയമമാണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. അപ്പോൾ അതിനെതിരായിട്ട് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലംഘനം തന്നെയല്ലേ? സുപ്രീം കോടതിയുടെ ജഡ്ജിമെൻറ്റിനെതിരായിട്ട് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ ജോലി പോകാൻ അതുപോലെ. അപ്പോൾ ഇവിടെയൊക്കെ ആർട്ടിക്കിൾ 141 ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതിയിലും അംഗീകരിക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ PSCയിലും ചോദിച്ചതാണ്, ഡോക്ട്രൈൻ ഓഫ് പ്ലെഷർ എന്താണെന്ന് അല്ലേ? ഇത് ഡോക്ട്രൈൻ ഓഫ് പ്രെസിഡൻസ് ആണ്. പ്രെസിഡൻസ് ഡോക്ട്രൈൻ ഓഫ് സുപ്രീം കോടതി ചെയ്യുന്നൊരു കീഴ്വഴക്കത്തിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ വിളിക്കാം. സുപ്രീം കോടതി പറഞ്ഞൊരു കീഴ്വഴക്കം, ആ പ്രസിഡൻസ് അത് ബാക്കി കോടതികൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഹൈ ലെവലിൽ നിന്നുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ആരായാലും ഹാറ്റ്സ് ഓഫ്. വളരെ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചോദ്യമാണത്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം സ്റ്റേറ്റ്മെൻറ്റാണ് സുപ്രീം കോടതി. അപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? ആർട്ടിക്കിൾ 141 എന്താണെന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇത് വളരെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഇത് ആർട്ടിക്കിൾ 222 217 പറയുന്ന കാര്യമാണ്. ഈ ഓപ്ഷൻസിൻ്റെ ചൂട് പിടിച്ചാണ് ഭാവിയിൽ ഇനി ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പം അത്യാവശ്യം നല്ല നിലവാരത്തിലേക്ക് PSC പൊയ്ക്കൊണ്ടിരിക്കുക. പത്രം വായിക്കുന്ന ഒരാൾക്ക് ഇത് വളരെ ഈസി ആയിരുന്നു. ഇപ്പോൾ ഈ ചോദ്യം വളരെ ഈസി ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഭാവിയിൽ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ, അസോസിയേറ്റഡ് ഫാക്ട്സുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റെവല്യൂഷൻ ബാച്ച് ഇതിനും ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്നൊരു ബാച്ച് അല്ല ഇത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ പുറത്ത് കിട്ടാത്ത ചോദ്യങ്ങൾ, സിവിൽ സർവീസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് വരുന്നുണ്ട്, LDCയിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കുന്ന ഡെയിലി ഓഡിയോ ക്ലാസ്സസും വീക്ക്ലി വീഡിയോ ക്ലാസ്സസും എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ക്ലാസ്സസും നമ്മൾ മാസങ്ങളിൽ തരാറുണ്ട്. അതൊക്കെയുള്ളൊരു മെൻറ്റർഷിപ്പ് ബാച്ചാണത്. സോ ആ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡേറ്റാസ് ഡെയിലി ബേസിസിൽ കിട്ടിക്കൊണ്ടിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്, നിങ്ങളുടെ പോക്കറ്റ് കാലിയാവില്ല. എഗെയിൻ ഈ ഒരു ചോദ്യം നോക്കൂ. ഇതിൻ്റെ ചോദ്യം പിടിച്ച് ധാരാളം ചോദ്യങ്ങൾ വരാതിരിക്കുന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്.
ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താ? വട്ടം ഇട്ട് വയ്ക്കുക. ഇത് നമുക്ക് എന്തായാലും അറിയാം അല്ലേ? 44-ാം ഭേദഗതി പ്രകാരമല്ല വിദ്യാഭ്യാസം മൗലികാവകാശം ആയത് നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ. അപ്പോൾ അതിൻ്റെ ഉത്തരം എയിലേക്ക് എത്തി. അതായത് എയും സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ശരിയാണ്. ഇനി ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളായിരിക്കും നമുക്ക് അടുത്ത പരീക്ഷയിൽ വരാൻ പോകുന്നത്. ചോദ്യം എന്താ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ 45ാം ഭരണഘടനാ ഭേദഗതി പൊതുവെ ചോദിച്ചിട്ടുള്ളതല്ല. ഇനി ഇത് ചോദിക്കും. സോ ഇതിനകത്താണ് സംവരണം, റിസർവേഷൻ 10 വർഷത്തേക്ക് നീട്ടുന്നത്. 1980 എന്താണെന്ന് തോന്നുന്നത് വരുന്നത്. ഓക്കെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടത്തില്ല. കാര്യം ഈ റിസർവേഷൻ നിർത്തുമോ അല്ലെങ്കിൽ റിസർവേഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴും, അല്ലെങ്കിൽ ഈ സാമ്പത്തികമായി പിന്നോക്കം നിന്ന ആൾക്കാർക്ക് റിസർവേഷൻ കൊടുത്തപ്പോഴൊക്കെ ഈ ഭരണഘടനാ ഭേദഗതി പത്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ, അടുത്ത കാലത്തെ ഭരണഘടനാ ഭേദഗതികൾ ഒന്ന് പഠിച്ചാലോ? നമുക്ക് 100 മുതൽ 104 വരെയുള്ളത് പഠിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, അത് എത്രാമത്തെ ആണെന്ന് നിങ്ങൾ പറയണം. അപ്പം നമുക്ക് തൽക്കാലം 100 മുതൽ 104 വരെയുള്ളത് പഠിക്കാം. ബാക്കി അടുത്ത വീഡിയോയിൽ പഠിക്കാം. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി നമുക്ക് ഭയങ്കര പ്രോബിലിറ്റി ഉള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്ക് ചില ഭൂമികളുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ എന്ത് ചെയ്തു? നമ്മുടെ ഉള്ള ചില ഭൂമി ബംഗ്ലാദേശിനെ വിട്ടുകൊടുത്ത്, ബംഗ്ലാദേശിനുള്ള ചില ഭൂമി ഇന്ത്യക്കും വിട്ടു തന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക ഇവിടെ നമ്മളങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂമി നമ്മൾ മറ്റൊരു രാജ്യത്തിന് വിട്ട് കൊടുക്കണമെങ്കിൽ ഭരണഘടന അമെൻഡ് ചെയ്യണം. അതാണ് 100th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും തമ്മിലുള്ള ചില ഭൂമികൾ വിട്ടുകൊടുത്ത അമെൻമെൻ്റ് ആയിരുന്നു അത്. 101ലാണ് GST എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. 102ാമത്തെ അമെൻമെൻറ്റിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ പിന്നോക്ക വർഗത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ വരുന്നത്. ഇത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, NCBC എന്ന് പറയും, പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയും. B എന്ന് പറയുന്നത് 2ാമത്തെ ആൽഫബറ്റ് അല്ലേ? ഓർത്തിരിക്കാമല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ആർട്ടിക്കിൾ എന്താ? അതും 338B ആണ്. B ഇവിടെയും വന്നു. ഇതിനെ മറക്കരുത് നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതാണ്. 103ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക്, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് 10% സംവരണം കൊടുക്കുന്നത്. 104ാമത്തെ ഭേദഗതിയിലോ ആംഗ്ലോ ഇന്ത്യൻസിന് കൊടുത്തുകൊണ്ടിരുന്ന റിസർവേഷൻ ഹുദാഗവ അത് കയ്യിൽ നിന്ന് പോയി. അത് നിർത്തലാക്കുന്ന അമെൻമെൻറ്റാണ് 104ാമത്തെ അമെൻമെൻറ്റ്. അപ്പോൾ 105ഉം 106ഉം അമെൻമെൻറ്റുകൾ ഭരണഘടനാ ഭേദഗതി എന്തിനെ സംബന്ധിച്ചാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്കുള്ള ഹോംവർക്കാണത്. സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക. കാര്യം നല്ല രീതിയിൽ PSC അവിടെ നിലവാരം കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും പഴയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പുതിയ പാറ്റേണിലേക്ക് പഠനം കൊണ്ടുവരിക. നമ്മുടെ ചാനലിൽ 10th +2 ലെവൽ പരീക്ഷകളുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുക. അത് കണ്ടു നോക്കുക. മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇതൊന്നും വലിയ മല മറിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ ബാലികറ മലയോ ഒന്നും അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ മാത്രം മതി. എല്ലാ പരീക്ഷയും നമ്മൾ ജയിക്കുന്നതും തോക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലാണ് ആദ്യം. സോ നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതല്ല ഇതിന് അപ്പത്തെ പരീക്ഷ വേണമെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സ്നേഹമൊക്കെ കമൻസ് രൂപത്തിൽ പ്രതീക്ഷിക്കുന്നു. ബൈ.